Watch full episodes on Jio Hotstar. ഈ സംഭവം വേറെയാ. ഇത് ഇരുട്ടിൽ മാത്രം പുറത്തിറങ്ങാൻ താല്പര്യപ്പെടുള്ളൂ. അതിഭയങ്കര പ്രകാശം കണ്ടത് പേടിക്കാറുണ്ട്. മറ്റുള്ളവരെ ഇത് പുതപ്പിച്ചുകൊണ്ടിരുന്ന വസ്ത്രം മൂടി പുതച്ച വസ്ത്രത്തിലാണ് പുറത്തു വരുന്നത്. എന്നുവെച്ചാൽ വസ്ത്രം ഉടുക്കാറില്ല, മൂടി പുതച്ചാണ് വരുന്നത്. എന്നുവെച്ചാൽ വസ്ത്രങ്ങൾ അണിയത്തില്ല, മൂടി പുതച്ചാണ് നടക്കുന്നത്. അക്കണക്ക് നോക്കുമ്പോൾ അത് മൃഗമാകാൻ ചാൻസ് ഇല്ല. എന്റെ തല മാത്രമല്ല നരിൻ്റെത്, അതിന്റെ അകത്തിരിക്കുന്ന ബുദ്ധിയും നരിന്റെ തന്നെയാണ്. എന്നിട്ടും ഈ കടുങ്കഥന്റെ ഉത്തരം എനിക്ക് കണ്ടെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അത് മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഏത് തരം മനുഷ്യനാണ് അവൻ? അവൻ വസ്ത്രങ്ങൾ അണിയാറില്ല, മൂടി പുതച്ചാണ് നടക്കുന്നത്. ഇരുട്ടിൽ മാത്രം പുറത്തേക്ക് വരുന്നത്. പ്രകാശം കണ്ട് പേടിക്കുന്നു. യെസ് യെസ്, നമ്മൾ ഈജിപ്തിലാണ്. ഈജിപ്തിൽ ഒരുപാട് മമ്മീസ് ഉണ്ടാവും. അവരുടെ ശരീരത്തിൽ വസ്ത്രങ്ങളില്ലാതെ മൂടി പുതച്ചായിരിക്കും ഇരിക്കുന്നത്. അതെ അതെ, മമ്മീസ്. ഇത് മമ്മീസ് തന്നെയാണ്. പക്ഷെ മമ്മീസ് പിരമിഡിലാണല്ലോ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഞാൻ നടക്കുന്ന മമ്മീസിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. ബാബാദീൻ സാറേ, ഇതൊന്നും നോക്കിയേ. നമ്മൾ കളങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തിയപ്പോ ബുക്കിൽ ഒരു മാപ്പ് വരാൻ തുടങ്ങി. പക്ഷെ ഇത് ഏതാ സ്ഥലം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് മാപ്പിനെ ഫോളോ ചെയ്തിട്ട് പോകാം. വരും, നമുക്ക് പുറപ്പെടാം. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ നമ്മൾ നോർത്ത് ഡയറക്ഷനിലോട്ടാ പോകണ്ടേ. രണ്ട് അവിടെയുണ്ട് ധ്രുവ നക്ഷത്രം. അതെപ്പോഴും നോർത്തിലാണുള്ളത്. നമ്മൾക്ക് ആ ദിശയിലാ പോകണ്ടേ. എങ്കിൽ പിന്നെ വരൂ കൂട്ടുകാരെ, നല്ല കാര്യം എന്തിനാണ് ലേറ്റ് ആക്കുന്നത്? നീ ആരാണ്? ഞാനാണ് ബ്ലാക്ക് വിച്ച്. നീ ഇലാക്ക കടന്ന് പറന്നു പോകാനാവില്ല. കല്ലുകളെ തേടി പറന്നു പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, മനസ്സിലായോ? മാറി നിൽക്ക്, ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കാം. അന്തർ മന്തർ കാളികൾ അന്തർ ചൂ. വാ, നമുക്ക് താഴേക്ക് പോകാം. Ibaiska, Black Witch disappearo. വടക്കതിക്ക് അങ്ങോട്ടാണ്. നമുക്കതേ ആവശ്യത്തോട്ടാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് പറന്നു പോകാൻ കഴിയില്ല. ഇവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. Ibaiska, hoverboard creato. What? ഇതേതോ മാജിക്കിന്റെ ലൈറ്റ് ആണല്ലോ. ഞാൻ നിൽക്കുന്നു, അവരുടെ പുറകെ പോ. എന്തെങ്കിലും ചെയ്യേ. എല്ലാരും പെട്ടെന്നിരുന്നേക്ക്. ഇതെന്താണ്? ആകെ പ്രശ്നമാകുന്നതിന് മുമ്പേ എല്ലാരും കയറി ഇരിക്കാൻ നോക്ക്. അല്ലെങ്കിലേ എന്താ ഏതാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവനോടെ ഉണ്ടാവില്ല. Ibaiska, lions danso. എന്റെ സിംഹങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? ഇതൊക്കെ ചക്കൻ രുദ്രന്റെ മന്ത്രതന്ത്രങ്ങളാണ്. അറിയുന്നത് അവനെ നമ്മൾ മുകളിൽ കാണില്ല, അതുപോലെ തന്നെയാണ്. അവൻ പാതാളത്തിന്റെ അവനും ജീവിക്കണവനാണ്. നമ്മൾ കുറച്ചും കൂടി സൂക്ഷിച്ചു വേണം ചെല്ലേ. മതിയാക്ക്, നിർത്താനാ പറഞ്ഞത്.
രുദ്ര, ഈ വണ്ടിയിൽ ഇനി നമുക്ക് യാത്ര ചെയ്യാനാവില്ല. അവർ നമ്മൾ നിനക്ക് അസ്ത്രങ്ങൾ എയ്ത് നമ്മളെ നശിപ്പിക്കും. ഈ മരുഭൂമിയിൽ വേഗത്തിൽ ഓടുന്നത് ഒട്ടകങ്ങൾ മാത്രമാണ്. നീ നിന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ഒട്ടകങ്ങളെ ഉണ്ടാക്കിയെടുക്കൂ. അവയ്ക്ക് മാത്രമേ മരുഭൂമിയിൽ കൂടെ ഓടാനാവൂ. Sibaiska Camel Creator. നിങ്ങളെ ആരെയും കൊണ്ടും എനിക്കൊരു പ്രയോജനവും ഇല്ലല്ലോ. ഒരു കടങ്കഥയുടെ ഉത്തരം പോലും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ ചക്കർ അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്ക്. ആ ചക്കർ അവിടെ ഉണ്ടെന്ന് പോയി നോക്കാൻ. അവൻ അതിന്റെ ഉത്തരം തേടി കണ്ടെത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയും എളുപ്പത്തിൽ തീർക്കാം. പോയി നോക്കാനാ പറഞ്ഞേ. എന്റെ തല മാത്രമല്ല നരീണ്ടത്, എന്റെ ബുദ്ധിയും നരീണ്ട് തന്നെയാണ്. വളരെ വേഗത്തിലാണ്. ഇപ്പൊ തന്നെ ഞാൻ അത് കണ്ടെത്താം. ഹെറോഷസ്, ആ ചക്ക നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ദിക്കിൽ ഒരു നഗരമുണ്ട്. എനിക്ക് മനസ്സിലായി അവൻ ഗസൂബയിലേക്കാ പോകുന്നത്. പക്ഷെ അവൻ അവിടെ ചെന്നെത്തുന്നതിന് മുമ്പ് അവരെ പിടിച്ചു നിർത്തണം. ചേടാ, ഇപ്പൊ അടുത്ത പുലിവൽ എന്താ ഈ വന്നോണ്ടിരിക്കുന്നത്? ചേടാ, ഇത് ആകെ ഗുലുമാലായല്ലോ. ഇത് നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ. അവന്റെ കഥ അതോടെ അവസാനിച്ചു. അയ്യോ, രുദ്ര, രക്ഷപ്പെട്. ഇപ്പൊ ഞാൻ ഈ സ്റ്റോൺ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. കൂട്ടുകാരെ, പ്രോബ്ലം സോൾവ്. അവന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. ഒച്ച അവിടുന്ന് വരുന്നേ. വാ. രുദ്ര, ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. നീ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. കിട്ടിപ്പോയി. കാറ്റിന്റെ ശക്തിയുള്ള കല്ല്.
Sibaiska, door close. കുട്ടി, നീ എന്താ കരുതിയത്? ഈ ഒരു ചുവര് കെട്ടി നീ എന്നെ തടഞ്ഞു നിർത്താവുന്നോ? ഹിറോഷിയസ്, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. സൈനികരെ, ഈ ഷീൽഡിനെ തല്ലി തകർക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്താ വായി നോക്കി നിൽക്കുന്നേ? വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. ഓർത്തു നോക്ക്, ആ പസിലിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഈച്ചക്ക് ദാന ബീച്ചക്ക് ദാന, ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാൽ ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാല് ഒരു കല്ല് താഴെയാണെങ്കില് മറ്റൊന്നും മുകളിലുണ്ട്. പക്ഷെ ഇത് മുകളിൽ എവിടെയാണ്? മുകളിൽ എന്ന് വെച്ചാൽ ഈ സ്ഥലം തന്നെ ആയിരിക്കും. പക്ഷെ കല്ലെവിടെയാണ്? രുദ്ര, വേഗം എന്തെങ്കിലും ഐഡിയ ചെയ്യേ. അവന്റെ ഹാമർ നിന്റെ ഷീൽഡ് തകർത്തുകൊണ്ടിരിക്കുക. പുറത്തു വന്നാൽ അവൻ നമ്മളെ ക്രാക്ക് ചെയ്യും. ഉത്തരം ആ പസിലിൽ തന്നെയുണ്ട്. ചില സമയങ്ങളെല്ലാം മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ധന്യം തന്നെ കഴിച്ചോണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു ധന്യം അവൻ കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ കല്ല് അവൻ കഴിക്കാൻ പോവുകയാണ്. യെസ് യെസ്, ആദ്യത്തെ കല്ല് അവന്റെ വയറിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് നാലാമത്തെ കല്ലാണെന്ന്. ഒരു പക്ഷേ അത് യെസ്, കെട്ടിപ്പോയി. കല്ല് അതിന്റെ വയറിനകത്ത് തന്നെയുണ്ട്. ഹെറോഷ്യസിന് സന്തോഷമായി. അതുകൊണ്ട് ഹെറോഷ്യസിന് സന്തോഷമായാൽ നിനക്കും സന്തോഷം. രുദ്ര, സമയപരിമിതി കാരണമാ, അല്ലെങ്കിൽ കുറച്ചുകൂടെ രസമാക്കാമായിരുന്നു. അഞ്ചാമത്തെ കല്ല് പോയി അന്വേഷിക്കട്ടെ, പിന്നെ വന്ന് കാണാം. Sibaiska, boom, chick, chick, boom. ഹെറോഷ്യസ്, എന്റെ അച്ഛൻ ദീൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാളെ സൂര്യഗ്രഹണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ കിരണം പുറത്തേക്ക് വരുമ്പോ അത് ഈ ഭൂമിയെ മൊത്തത്തിൽ നശിപ്പിക്കും. അഞ്ചാമത്തെ കല്ല് നീ അതിനുള്ളിൽ തേടി കണ്ടുപിടിക്കേണ്ടതാണ്. നാളെ നേരം എടുക്കാൻ വേണ്ടി ഇനിയും കുറെ സമയമുണ്ട്. ആ അഞ്ചാമത്തെ കല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ അതിശക്തമാനാവും. ആർക്കും എന്നെ ഒന്നും പിന്നെ ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലും. ഹെറോഷ്യസ്, നീ പറഞ്ഞതല്ലേ, രുദ്രയുടെ കയ്യിൽ നിന്ന് എല്ലാ കല്ലുകളും തട്ടിപ്പറിച്ചുകൊണ്ട് വന്ന് കൊണ്ട് തന്നാൽ എന്റെ ഭാര്യയും മക്കളെയും വിട്ടുതരാമെന്ന് പറഞ്ഞില്ലേ? ദയവായി അവരെ എന്നോടൊപ്പം വിട്ടയക്ക്. വിട്ടയക്കാം, പക്ഷെ അഞ്ചാമത്തെ കല്ല് കിട്ടിയതിന് ശേഷം.
കാരണം ഹെറോഷ്യസ് സന്തോഷമാണെങ്കിൽ ഈയും സന്തോഷിക്കും. ഇയാളെ വിളിച്ചോണ്ട് പോയി ഇയാളുടെ റാണിയെയും കുട്ടികളെയും കാണിച്ചു കൊടുക്ക്. വിളിച്ചോണ്ട് പോകുന്ന അരിയാരെ. പക്ഷേ കൂട്ടുകാരെ, അവിടെയാണെങ്കിൽ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും രുദ്ര? വരൂ. ഇവിടെ എന്തോ സംഭവിക്കുന്നത്? നമ്മുടെ ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? എന്തത്? വരണം രുദ്ര, സ്വാഗതം. ഇതിൽ നിന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവല്ലോ. എന്റെ തല മാത്രമല്ല നരീണ്ടത്, എന്റെ ബുദ്ധിയും നരീനെ പോലെ വളരെ ഷാർപ്പാണ്. മനസ്സിലാക്കിയോ? ഭടന്മാരെ, ഇവരെ ഒന്നും വിട്ടുവെച്ചേക്കരുത്. ഇത് കണ്ടോ മൈര? നമുക്ക് ആട്കളായിട്ട് പെരുമാറി കളയാം. വാ. അതേ വരുൺ. നരിയാറേ, നീ എവിടെയാണ്? ഓക്കെ, നീ ഇപ്പൊ ഇവിടെ പതുങ്ങിയിരിക്കുവല്ലേ? ഞാനിപ്പോ സംസാരിക്കുന്ന മൂഡിലല്ല. ടൈം വളരെ കുറവാ. പറയൂ, ഹെറോഷ്യസ് എവിടെയാണെന്ന്. ഇതൊരു നല്ല സന്ദർഭമാണ്, ഓടിക്കളയാം. ഇതാ ആ 5 കല്ലുകളും ഈ പുസ്തകത്തിൽ വെക്കേ. വരൂ, അതിനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആ മാപ്പ് ഫോളോ ചെയ്തു പോകാം. ഇരിക്കുന്നു പിരമിഡ്. അവിടെ വേണം നമുക്ക് കല്ലുകൾ പതിക്കേണ്ടത്. സൂര്യഗ്രഹണം എത്രയും പെട്ടെന്ന് അവസാനിക്കും. നമ്മുടെ അടുത്ത് അധികം സമയമില്ല. വേഗം ചെല്ലാം. ആ ബുക്കിൽ ഞാനൊരു ഡയഗ്രാം കണ്ടില്ലേ? 4 മൂലകളിൽ ഓരോരോ കല്ല്, പിന്നെ മുകളിലും 1. നിങ്ങൾ 4 മൂലയിലും വെച്ചോ, ഞാൻ മുകളിൽ വെക്കാം. നീ എങ്ങോട്ടാ പോകുന്നത് രുദ്ര? ഞാൻ നിന്നെ എങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. സ്റ്റോൺ ഫിക്സ് ചെയ്യട്ടോ. രുദ്ര, ഞാൻ ഇനിയും തോൽവി സമ്മതിച്ചിട്ടില്ല. ഹെറോഷ്യസ്, കല്ലിനെ മുകളിൽ ഫിക്സ് ചെയ്തേക്ക്.
അല്ലെങ്കിൽ നമ്മൾ എല്ലാരും അവസാനിച്ചു പോകും. ഇല്ല, ഇനിയിപ്പൊ നീ ആ 4 കല്ലുകളും എനിക്ക് തിരിച്ചതാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചു കളയും. രുദ്ര, നമ്മുടെ അടുത്ത് സമയം വളരെ കുറവാണ്. ഈ സൂര്യകിരണങ്ങൾ കാരണം ഞാൻ കത്തി ചാമ്പലായി പോകുന്നു തോന്നുന്നു. രുദ്ര, നീ എല്ലാവരും രക്ഷിച്ചിരിക്കുകയാണ്. നീ ഈ ലോകത്തെ തന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത്. രുദ്ര, വളരെ വളരെ നന്ദിയുണ്ട്. നീ എൻ്റെ നഗരം മുഴുവൻ രക്ഷിച്ചിരിക്കുകയാണ്. അവനോടൊപ്പം നിന്ന് നിന്നെ പറ്റിച്ചതിന് എന്നോട് ക്ഷമിക്ക്. അത് ഞാൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. ഒരു കുഴപ്പമില്ല. എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ശരിക്കും നന്ദി പറയണമെങ്കിൽ അത് ബാബ ദീനോടാണ്. അദ്ദേഹം മാത്രമില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രുദ്ര, ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മളിവിടെ എത്തിച്ചേർന്നു. ഇനി നമ്മുടെ സ്ഥലത്തേക്ക് എങ്ങനെയാ പോകുന്നത്? അതോർത്ത് വിഷമിക്കണ്ട. ഒരല്പം മാജിക്കൊക്കെ എനിക്കും നന്നായിട്ട് അറിയാം. എനിക്കറിയാം നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചയക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ ആദ്യം കുറച്ച് നാളുകൾ നിങ്ങൾ എൻ്റെ കുടുംബത്തോടൊപ്പം കുറച്ച് നാൾ നിൽക്കണം. അതേ രുദ്ര, പറ്റില്ലെന്ന് പറയരുത്. ഞാനും എന്റെ കുട്ടികളും കുറച്ചു ദിവസം നിന്നോടൊപ്പം ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഈ നഗരം മൊത്തവും ചുറ്റിക്കാണിക്കാം. എന്നാ ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. താങ്ക് യു രുദ്ര. എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. എന്റെ ബോസിന്റെ കഥ അവസാനിച്ചു. ഞാൻ ആരുമില്ലാതെ അനാഥവനായി പോയല്ലോ. എന്നെ നിങ്ങൾ ഈ ദർബാറിൽ ജോലിക്ക് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. കാരണം എന്റെ തല മാത്രം നരിൻ്റെതല്ല, എന്റെ ബുദ്ധി നരിനെ പോലെ വേഗമാണ്, നല്ല ഫാസ്റ്റ് ആണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.